വീണ്ടും സിസ്റ്റം തകരാറിലാണോ എന്നുള്ളതാണ് ചോദ്യം. സിസ്റ്റം ഈ വിഷയത്തിൽ തകരാറിലല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രവുമല്ല, ഒരു സിസ്റ്റവും ഉണ്ടാവാതിരുന്ന ഒരിടത്ത് നിന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആശയത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജുകൾ വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ഉദാഹരണത്തിന് നമുക്ക് കാത്ത് ലാബ് മാത്രം എടുക്കാം. ഇപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. ആരോഗ്യ വകുപ്പ് മൊത്തം സിസ്റ്റം എററാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രതിപക്ഷ നേതാവിനുള്ള ചോദ്യമാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ മൊത്തം 13 മെഡിക്കൽ കോളേജുകളാണല്ലോ ഇപ്പോൾ നമുക്കുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്ത് എത്ര കാത്ത് ലാബുകൾ, എത്ര മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്നു? ഞാൻ എണ്ണി തന്നെ പറഞ്ഞു തരാം. കാത്ത് ലാബുകൾ, പ്രഷർക്ക് കാത്ത് ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുന്ന ഹൃദയ സംബന്ധമായ അസുഖം വരുന്ന രോഗികളേക്ക് കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുന്ന, ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു തുടങ്ങിയത് എന്ന് മുതലാണ്. 1997 നയനാ സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 2 കാത്ത് ലാബുകൾ വരുന്നുണ്ട്. VS അച്യുതാനന്ദൻ്റെ കാലത്ത് കോട്ടയത്ത് 2008 ആലപ്പുഴയിൽ 2011 മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബുകൾ വന്നു. എറണാകുളത്ത് 2018 തൃശ്ശൂരിൽ 2017 മഞ്ചേരിയിൽ 2018 വയനാട്ടിൽ 2024 കാത്ത് ലാബുകൾ മെഡിക്കൽ കോളേജുകളിൽ വന്നു. മൊത്തം 13 മെഡിക്കൽ കോളേജുകളിൽ 10 മെഡിക്കൽ കോളേജുകളിലും, കാസർഗോഡും പത്തനംതിട്ടയും ഇടുക്കിയും ഒഴിച്ചു നിർത്തി 10 മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് LDF സർക്കാരാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഒരു കാത്ത് ലാബ് പോലും തുടങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, ജനറൽ ഹോസ്പിറ്റലുകളിൽ അടക്കം കാത്ത് ലാബുകൾ വന്നതിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. വയനാട്ടിൽ 2024, കൊല്ലത്ത് മെഡിക്കൽ കോളേജിൽ 2021, കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ 2023 കാത്ത് ലാബ് വരുന്നു. കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. തൃശ്ശൂരിൽ ജില്ലാ ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ 2022 കാത്ത് ലാബ് വരുന്നു. ഇടുക്കി അടിമാലിയിൽ ഈ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് കാത്ത് ലാബുകൾ തുടങ്ങിയത് 0. ആകെ LDF സർക്കാരിൻ്റെ കാലത്താണ് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിലും കാത്ത് ലാബുകൾ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നില്ല. ഹൃദയ സംബന്ധമായ സർജറി നടത്താൻ വേണ്ടി വരുന്ന രോഗികൾക്ക് കാര്യമായി മെഡിക്കൽ കോളേജിൽ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ അവിടെ സിസ്റ്റം യഥാർത്ഥത്തിൽ തകരാറാണോ? നമുക്ക് 3 ആസ്പെക്റ്റ് എടുക്കാം. ഒന്ന്, അവിടെ വേണ്ടത്ര ലാബ് സംവിധാനമുണ്ടോ? തിരുവനന്തപുരത്ത് 2 കാത്ത് ലാബുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. 3ാമത്തേത് പ്രവർത്തനക്ഷമമാകാൻ പോകുന്നു. അത് നവീകരിച്ച് 3ാമത്തേത് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആണ് തോന്നുന്നു. അവരുടെ അനുവാദം വേണം. കാര്യം അതിനകത്ത് റേഡിയോളജിക്കൽ സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് അംഗീകാരം കിട്ടി. അടുത്ത ചൊവ്വാഴ്ച 3ാമത്തെ കാത്ത് ലാബ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് തിരുവനന്തപുരത്ത്. എത്ര സർജറിയാണ് അവിടെ ഒരു ദിവസം നടന്നിരുന്നതെന്നറിയാമോ? ഇത് നവീകരിക്കുന്നതിന് മുൻപ് എനിക്കൊന്ന് 20ഓളം പെർ ഡേ, ഓൺ ആവറേജ് 20ഓളം ആൻജിയോപ്ലാസ്റ്റികൾ നടന്നിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം. അവിടെയാണ് ഇപ്പോൾ 16ഓളം, ശരാശരി ഒരു മാസം 16ഓളം ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന ഒരു 24 hours പ്രവർത്തിക്കുന്ന കാത്ത് ലാബാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെ ലാബ് പ്രവർത്തനക്ഷമമല്ല എന്ന് പറയാൻ കഴിയില്ല. 3, ഡോക്ടർമാരുടെ അഭാവമുണ്ടോ? അവിടെ 17 ഡോക്ടർമാരിൽ 4 പേര് പ്രൊഫസർമാരടക്കം 17 ഡോക്ടർമാരുണ്ട്. കേരളത്തിൽ ഏറ്റവും മികച്ച ഹൃദ്രോഗ വിദഗ്ധർ, ഇപ്പോൾ കോട്ടയത്തുള്ള ഡോക്ടറെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും, കോട്ടയത്തുള്ള ജയകുമാർ ഡോക്ടർ ഏറ്റവും മിടുക്കനായ കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്, പ്രൊഫസറാണ്. അതേപോലെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഡോക്ടർ മാത്യു വൈപ്പ് ആണെങ്കിലും ഡോക്ടർ സിബു ആണെങ്കിലും ഇവരുടെയൊക്കെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഇന്നേ വരെ ഒരു പരാതി നമ്മൾ കേട്ടിട്ടില്ല. മാത്രമല്ല, അങ്ങേയറ്റം സത്യസന്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നുള്ളത് അവിടെ ചികിത്സ തേടിപ്പോകുന്ന മനുഷ്യർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അവിടെ ലാബിന് കുറവില്ല, അവിടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവില്ല. ഇനി മരുന്നിന് കുറവുണ്ടോ? മരുന്നിന് കുറവില്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട വേണുവിന് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്ന മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ രേഖകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടോ? ഇനി അതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സിസ്റ്റം എററാവണമെങ്കിൽ ഇതൊക്കെയാണല്ലോ കാരണം. 1, ഡോക്ടർമാരുടെ ക്ഷാമം ഉണ്ടാവണം, അതവിടെ ഇല്ല. 2, അവിടുത്തെ സിസ്റ്റം എററാവണമെങ്കിൽ ലാബ് പ്രവർത്തനക്ഷമമല്ലാതിരിക്കണം, അങ്ങനെയുമില്ല. ലാബ് 100% പ്രവർത്തനക്ഷമമാണ്. 3ാമത്തൊരു ലാബ് കൂടി ചൊവ്വാഴ്ച പ്രവർത്തനക്ഷമമാകും. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രോട്ടോകോൾ യഥാർത്ഥത്തിൽ പാലിച്ചിട്ടുണ്ടോ? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. ഇവിടെ പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചു എന്ന് തന്നെയാണ് കാർഡിയോളജി വിദഗ്ധന്മാർ പറയുന്നത്. നമ്മൾ തന്നെ നടത്തിയൊരു അന്വേഷണത്തിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം? ഈ പ്രോട്ടോകോൾ എങ്ങനെയാണ് ഇത് പാലിക്കേണ്ടത്? അതിനെക്കുറിച്ച് സാങ്കേതികമായി നമുക്ക് അധികം ജ്ഞാനമില്ലാത്തത് കൊണ്ട് നമ്മൾ വിദഗ്ധരോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ അഡോപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1,
ആദ്യം ഈ രോഗി അവിടെ എത്തിക്കഴിഞ്ഞാൽ രോഗിയുടെ സമ്മതം വാങ്ങണം. രോഗിയുടെ സമ്മതം വാങ്ങിയതിനു ശേഷം ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ അഡ്മിനിസ്റ്റർ ചെയ്യും. അതിനുശേഷം റേഡിയൽ ആർട്ടറി വഴി അത് ആക്സസ് ചെയ്യും. അത് കഴിഞ്ഞ് സ്പെഷ്യൽ കത്തീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആൻജിയോ പരിശോധന നടത്തും. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് കടക്കും, സ്റ്റെൻഡ് ചെയ്യും. ഇത്രയുമാണ് ചെയ്യുക. അപ്പോൾ ഒരു രോഗി മെഡിക്കൽ കോളേജിൻ്റെ വാതിൽക്കലെത്തി അവിടെ നിന്ന് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻഡ് ഇട്ട് തിരിച്ചു മടങ്ങുന്നത് വരെയുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഗ്രാം ചെയ്യുന്നത് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരു 90 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യണമെന്നുള്ളതാണ് സാധാരണ ഡോക്ടർമാർ നിഷ്കർഷിക്കാറുള്ളത്. അതായത് ഹൃദയസ്തംഭനം ഉണ്ടായി നിങ്ങൾ ഒരു രോഗിയെ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം മുതൽ ആൻജിയോപ്ലാസ്റ്റി വരെയുള്ള സമയത്തിൽ മറ്റ് കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻസ്? അദ്ദേഹത്തിൻ്റെ മറ്റാരോഗ്യനില, അനുബന്ധമായിട്ടുള്ള ഈ കോമോർബിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അനുബന്ധമായിട്ട് മറ്റേതെങ്കിലും രോഗലക്ഷണങ്ങളുണ്ട്, ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി വേണുവിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് വളരെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വരാം. വേണു 31-ാം തീയതി, വേണുവിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി കൂടി നമ്മൾ പറഞ്ഞു പോകണം. വേണുവിന് 3-ലധികം തവണ പക്ഷാഘാതം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻ്റാണ്. മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വരികയും ആ കാർഡിയാക് അറസ്റ്റ്, അദ്ദേഹത്തിന് ഹൈ പ്രഷറുണ്ട്, അദ്ദേഹം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്, പക്ഷാഘാതത്തിൻ്റെ പേരിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തെ ചവറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ചവറ ഹോസ്പിറ്റൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ്, അവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളില്ല. അതിനുശേഷം കൊല്ലം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കാത്ത് ലാബ് ഉണ്ട്. പക്ഷേ അവിടെ എന്താണ് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഈ മൾട്ടിപ്പിൾ സ്ട്രോക്ക് വന്നയാളായതുകൊണ്ട് തന്നെ അത് റിസ്ക് ആണ് എന്നവർക്ക് ബോധ്യമായി. കാരണം നോക്കിയപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ അളവടക്കം അവിടെ കൂടുതലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേട്ടറിവ് മാത്രമാണ്, നേരിട്ട് ഡോക്ടർമാരുമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ കൊല്ലത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. റിസ്ക് കണ്ടീഷനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ, അതിൽ പക്ഷാഘാതത്തിൻ്റെ എലമെൻറ്റ് കണ്ടതുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. മെഡിക്കൽ കോളേജിൽ 31-ാം തീയതി സ്ട്രോക്ക് വന്ന 31-ാം തീയതി കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച വേണുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്. മെഡിക്കൽ കോളേജിൽ എത്തുന്നു. മെഡിക്കൽ കോളേജിൽ 1-ാം തീയതി വൈകുന്നേരം 7 മണിക്കോ മറ്റുമാണ് എത്തുന്നത്. 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അപ്പോഴേക്കും 24 മണിക്കൂർ പിന്നിട്ടിരുന്നു. നേരിട്ട് പ്രവേശിപ്പിക്കുന്നത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് എമർജൻസി മെഡിസിനിൽ കൊണ്ടുപോകുന്നു. എമർജൻസി മെഡിസിനിൽ എത്തിയതിനു ശേഷം കാർഡിയോളജി വിദഗ്ധൻ തന്നെ വന്ന് നേരിട്ട് പരിശോധിക്കുന്നു. ECG എടുത്തു. എല്ലാവിധമായിട്ടുള്ള പരിശോധനകളും നടത്തി. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലാണ്. ക്രിയാറ്റിൻ ലെവൽ ഉയർന്നിരിക്കുന്ന കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാണ്, അഥവാ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ആൻജിയോഗ്രാം നിർദ്ദേശിക്കില്ല. അതാണ് പ്രോട്ടോകോൾ. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രോട്ടോക്കോളിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് അടുത്ത ഓപ്ഷനിലേക്ക് അവർ പോകുന്നു. അത് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഹെപ്പാരിൻ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ആ സമയത്ത് എമർജൻസി മെഡിസിൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി എല്ലാവർക്കും അറിയാം, അവിടെ എത്തുന്ന രോഗികളുടെ അത്ര സംവിധാനം ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല. അത് ഇതുവരെയും സാധ്യമായിട്ടില്ല. അങ്ങനൊരു സാധ്യതയിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി മെഡിസിൻ്റെ വാർഡിൽ, ആ 28-ാമത്തെ വാർഡിൽ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് കാണാം, അവിടെ തറയിൽ പേഷ്യൻസ് ഇരിപ്പുണ്ടാവും, തറയിൽ പേഷ്യൻസ് കിടപ്പുണ്ടാവും. കാരണം അതെന്താ? അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അഡ്മിഷൻ വാർഡാണ്. ആ അഡ്മിഷൻ വാർഡിൽ നിന്നാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ബ്ലോക്കുകളിലേക്ക് പോകുന്നത്. അതായത് 1-ാം തീയതി മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ വാർഡിലേക്ക് പോകുമ്പോൾ വേണുവിനെ പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും 28-ാമത്തെ വാർഡിലുണ്ട്. ആ ദിവസം അദ്ദേഹത്തിന് ബെഡ് കിട്ടിയില്ല എന്ന വാദം ശരിയാണ്, 100% ശരിയാണ്. കാരണം അവിടെ ഏത് സമയത്ത് പോയാലും അതാണ് അവസ്ഥ. കാരണം അത്രയും അധികം രോഗികൾ ഈ എമർജൻസി മെഡിസിൻ്റെ അഡ്മിഷൻ വാർഡിൽ എത്തുന്നു എന്നതാണ് വാസ്തവം. അവിടെ നിന്നും 2-ാം തീയതി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബെഡ് കിട്ടുന്നുണ്ട്, ഈ ഹെപ്പാരിൻ എന്ന മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ സിബുവിൻ്റെ യൂണിറ്റാണ് ഇവിടെ ഈ പരിശോധന നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും പറയുന്നുണ്ട്. അതിനുശേഷം 3, 4, 5 ഈ 3-4 ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല. 5-ാം തീയതി ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ സ്ട്രോക്കാണ് അനുഭവപ്പെടുന്നത്. 1-ലധികം തവണ ഹൃദയാഘാതം സംഭവിക്കുന്നു. മൾട്ടിപ്പിൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഈ വേണുവിനെ വളരെ പെട്ടെന്ന് ICUവിലേക്ക് കൊണ്ടുപോകുന്നു. വെന്റിലേറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വേണുവിന് രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരമല്ലാത്ത ആൻജിയോഗ്രാം ചെയ്യണമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ ചെയ്യാൻ ഏതെങ്കിലും ഡോക്ടർ തയ്യാറാകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ഈ വാക്കുകളെ ഇതൊരു മരണമൊഴിയായി തന്നെയാണ് നമ്മൾ അന്ന് സംപ്രേഷണം ചെയ്തത്. മരണത്തിന് തൊട്ട് മുമ്പ് അത്രയും പാനിക്കോട് കൂടിയാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ ആ മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി നേരത്തെ സുനിൽ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നൊരു PR എക്സസൈസ് ഉണ്ട്.
ആ PR എക്സസൈസ് മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. കാര്യം രോഗികളോട് ഡോക്ടർമാർക്ക് വലിയ തിരക്കുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഡോക്ടർമാർ ഉപേക്ഷിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല, നഴ്സുമാർ ഉപേക്ഷിച്ചു എന്ന് കരുതുന്നില്ല, അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. പകരം യൂണിഫോം ഇട്ട ചിലരോട് പറഞ്ഞു, അതങ്ങനെയാണ്, നമുക്കറിയാമല്ലോ, ധാരാളം മനുഷ്യർ പോകുമ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, ഇതൊരു തോന്നലൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന് സംഭവിച്ചത് ആ മെഡിക്കൽ ഹിസ്റ്ററിയും കൂടെ റിലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഞാൻ വിശദമായി പറഞ്ഞതിന്റെ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അഭിപ്രായം അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തെറ്റാണെന്നും തെറ്റിദ്ധാരണ ഒന്നാമത്തെ കാര്യം സിസ്റ്റർ എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. ഒന്നാമത്തെ കാര്യം ഏത് കാര്യത്തിലാണ്? ഈ കാര്യത്തിലല്ല, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ എററായ സിസ്റ്റം ഇതുവരെ ശരിയായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഈ ഒന്നാമത്തെ കാര്യം ഞാൻ സുനിലേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, മരിച്ചയാൾ മരിക്കുന്ന ദിവസം പകലാണ് സുഹൃത്തിന് ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന ചികിത്സയെക്കുറിച്ച് ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയില്ലെന്നേ. അദ്ദേഹത്തോട് റൂഡായിട്ടും മോശമായിട്ടും നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ഇതിലൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ മരിച്ച ആളും ആ കുടുംബവും അനുഭവിക്കുന്ന കാര്യമുണ്ട്. അതിനോട് നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വത്തോട് അല്ലല്ല. അപ്പോൾ മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ എണ്ണം പറയുകയും ഇത്ര അന്നത്തെ കാലത്തില്ല ഇന്നത്തെ കാലത്തുണ്ട് എന്ന എണ്ണം എടുക്കുകയും ഇതാണ് ഒരു മിനിറ്റ് ആരോഗ്യമന്ത്രി കെട്ടിടം വീണപ്പോഴും പറഞ്ഞത് ഇതാണ്. യൂണിയൻ കാലത്തെ കെട്ടിടത്തിന്റെ കണക്ക് പറയുന്നു, ഞങ്ങളുടെ കാലത്തെ കണക്ക് പറയുന്നു. ഈ കണക്കല്ല ഇവിടെ വേണ്ടത്. വസ്തുതകൾ പറയുമ്പോൾ കണക്ക് വേണ്ടെന്ന് അല്ല, ഇവിടെ കണക്കല്ല. ഇവിടെ മനുഷ്യത്വത്തോടു കൂടി ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ കുടുംബം ആ വിഷമം പറയുമ്പോൾ ആ മരിച്ചയാൾ മരണമൊഴി നൽകുമ്പോൾ അതിനോടാണ് നമ്മൾ അല്ലാതെ മെഡിക്കൽ കോളേജ് സംവിധാനം ഉയർന്നോ ഇല്ലേ എന്നുള്ളതല്ല. ഒന്നാമത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ആരും ഇവിടെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നില്ല. വർക്കിംഗ് hours എത്ര കൂടുതലാണെന്നും അവർക്ക് കൂടുതൽ സ്റ്റാഫിനെ കൊടുക്കുന്നില്ല എന്നുള്ളതും ശമ്പളം കുടിശ്ശികയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമരത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ്. എന്റെ ചോദ്യം ഇതാണ്, ഒരു മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബുള്ള ഒരു മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിന്റെ സിസ്റ്റം എറർ ആണെന്ന് സ്മൃതി പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യത്വത്തിന്റെ കാര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ്. മനുഷ്യത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാങ്കേതികത്തിൽ മറുപടി പറഞ്ഞോളൂ. പക്ഷേ അത് തെറ്റിദ്ധരിപ്പിക്കൽ മാറ്റലാണെന്ന് പറയാം. ഒരു നിമിഷം സ്മൃതി, 17 ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാർ ആരെങ്കിലും കൈക്കൂലി വാങ്ങിച്ചു എന്ന് സ്മൃതിക്ക് അഭിപ്രായപ്പെടാൻ പറ്റും? എനിക്കറിയാത്ത കാര്യം ഞാൻ പറയില്ല. ഇല്ലല്ലോ. അപ്പൊ കൈക്കൂലി വാങ്ങി എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ തെളിവില്ല. അല്ല, തെളിവ് രേഖപ്പെടുത്തിയിട്ട് അയാൾക്ക് മരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല സാർ. 100% അത് തന്നെയാണ്. പക്ഷേ തെളിവിൽ അതിന് തെളിവ് ഉണ്ട് എന്നല്ല, തെളിവില്ല എന്നുമല്ല. 100% ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അപ്പൊ നമ്പർ 1 കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബോധ്യമാണ്. അതെ, ഈ വിഷയത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങ് മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് മെഡിക്കൽ കോളേജിൽ ഈ വിഷയത്തിൽ കൈക്കൂലി വാങ്ങി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന്, കൈക്കൂലിയുടെ കാര്യത്തിൽ അവിടെ. 2, ഡോക്ടർമാരുടെ എണ്ണം കുറവാണോ? 17 ഡോക്ടർമാർ, 4 പ്രൊഫസർമാരടക്കം 17 ഡോക്ടർ. എണ്ണമൊക്കെ എടുത്തോളൂ. 3 അവിടെ ഇല്ലേ? ഇത്രത്തോളം സാങ്കേതികമായി വൈകാരികത എനിക്ക് മനസ്സിലായി. പക്ഷേ സിസ്റ്റം എറർ എന്ന് പറയണമെങ്കിൽ വൈകാരികമായി മനുഷ്യത്വപരമായി സമീപിച്ചില്ല എന്നതാണോ ഉദ്ദേശിച്ചത്? വേണു മരിച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞ അങ്ങ് കൺക്ലൂഡ്. സ്മൃതി പറയുന്നത് എന്താണ്? സിസ്റ്റം എറർ ആണെന്നാണോ പറയുന്നത്? മനുഷ്യത്വപരമായി ഈ കാര്യങ്ങൾ വിശദീകരിച്ചില്ല എന്നാണോ പറയുന്നത്? ഈ സിസ്റ്റത്തിൽ പെടുന്നതാണ് ഈ മനുഷ്യത്വപരമായി വിശദീകരിക്കലും. അപ്പൊ 5 ഘടകങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സ മുഴുവൻ കിട്ടാതെ തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഒരു രോഗിയാണല്ലോ. അങ്ങ് പറയുന്നുണ്ടല്ലോ, അടിയന്തരമായിട്ടാണല്ലോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. 5 ദിവസമായി അവിടെ കിടക്കുന്നു. സ്മൃതിയുടെ ധാരണ എന്താണ്? 24 മണിക്കൂർ ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് ക്രിയാറ്റിൻ അളവ് കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക്, ക്രിയാറ്റിൻ അളവ് കൂടി നിൽക്കുന്ന ഒരാൾക്ക്
ആദ്യത്തെ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആൻജിയോഗ്രാം കൊടുക്കാൻ കഴിയുമോ? നോക്കൂ, അതാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഈ രോഗി വന്നിട്ട് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുന്ന രോഗിയോട് നിങ്ങൾക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ മെഡിസിൻ കൊടുത്തോ? ഹെപ്പാരിൻ കൊടുത്തോ? പറഞ്ഞോ ഇല്ലയോ? 1-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? 2-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ? 3-ാം തീയതി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു? 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി ഒക്കെ കഴിഞ്ഞ ശേഷമാണല്ലോ അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്ന ദിവസം ഉച്ചയ്ക്കാണ് അൻവർ സാദത്ത് പറയുന്ന ആൾക്ക് ഈ ഓഡിയോ സന്ദേശം കൊടുക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളിലെ അനുഭവമാണ് ഒരാൾ പറയുന്നത്, അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം ഉണ്ടായ പ്രത്യേക അനുഭവം പറയല്ല. സ്മൃതി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചോദ്യം എന്താ? സിസ്റ്റം എറർ ആണോ? സിസ്റ്റം എറർ ആണെങ്കിൽ ഒന്ന് അവിടെ ഡോക്ടർമാരുടെ കുറവ് വേണം, അല്ലെങ്കിൽ ഡോക്ടർമാർ കൈക്കൂലി വാങ്ങി എന്ന് വേണം. 3, അവിടെ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്ന് വേണം. ഈ പറയുന്ന ഒരു കണ്ടീഷനും അവിടെ ഇല്ല. ഡോക്ടർമാരുടെ എണ്ണമുണ്ട്, ഡോക്ടർമാർ ടേക്ക് കെയർ ചെയ്തു, അദ്ദേഹത്തിന് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്തു, ആൻജിയോഗ്രാം കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, അതിൻ്റെ മെഡിക്കൽ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചു, അവിടുത്തെ കാത്ത് ലാബുകൾ പ്രവർത്തനക്ഷമമായിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി സ്മൃതിയുടെ അറിവിലേക്ക് പറയാം, ഒരു കാരണവശാലും ഈ രോഗിക്ക് അവിടെ ഒരു തരത്തിലുള്ള മെഡിസിനും നിഷേധിക്കേണ്ട ആവശ്യമില്ല. കാസ്പിന്റെ ആനുകൂല്യം കൂടിയുള്ള രോഗിയായിരുന്നു, അതുപോലും എല്ലാ കണ്ടീഷൻസും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്കെങ്ങനെ ഇവിടെ നിന്ന് പറയാൻ പറ്റും ആൻജിയോഗ്രാം കൊടുക്കണമെന്ന്? എങ്ങനെ പറയാൻ പറ്റുക? അതാണ് അതിന്റെ സാങ്കേതികത്വം. സാങ്കേതികത്വം പറഞ്ഞ് വിജയിക്കൂ. രോഗിയെ മനുഷ്യത്വപരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ശരീരത്തിന് താങ്ങാനാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളും ഡോക്ടർമാരെയൊക്കെ കാണുന്നതാണല്ലോ. അതെ, ഡോക്ടർമാർ ആദ്യം രോഗിയോട് എന്താണ് നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, പബ്ലിക് ഡൊമൈനിലല്ലേ, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങളുടെ രോഗസ്ഥിതി ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിഷയം വരുന്നില്ലെന്നേ. സമയം പോവുകയാണ്. അല്ല, എന്താ കണക്ക് കൂടി പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് 3 സ്ഥാപനങ്ങളും സർക്കാർ മേഖലയിൽ നിന്നുള്ളതാണ്. അതിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മറ്റൊന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇത് കഴിഞ്ഞ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരുന്നുള്ളൂ, ലിസി ഹോസ്പിറ്റൽ. അത് കഴിഞ്ഞ് വീണ്ടും മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതായത് ആദ്യത്തെ 5-ൽ 4 സ്ഥാനങ്ങളിലും നിൽക്കുന്നത് മെഡിക്കൽ കോളേജുകളാണ്. ആ മെഡിക്കൽ കോളേജുകളെ എഴുതിത്തള്ളാൻ ഞാനില്ല. Meet the editors.